റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 31-ാം ഭാഗം. ജീപ്പിൻ്റെ ഇരമ്പൽ അടുത്തടുത്ത് വന്നിട്ട് ആ വീടിൻ്റെ മുന്നിലെ റോഡിലായി നിന്നു. എന്ത്, അവർ പോയെന്നോ? എങ്ങോട്ട്? ജീപ്പിൽ നിന്നും കനമുള്ള ഒരു സ്ത്രീ ശബ്ദം കേട്ട് വെട്രിയും രേഷ്മയും ചെറുതായി റോഡിലേക്ക് എത്തി നോക്കി. പാട്ടിയുടെ വീട്ടിൽ ആനന്ദിയുടെ അമ്മയായി ഇടയ്ക്കിടെ വരാറുള്ള സ്ത്രീ ഫോൺ ചെയ്തുകൊണ്ട് ജീപ്പിൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ടപ്പോൾ അവരിരുവരും ഞെട്ടിപ്പോയി. പ്യൂൺ ചിന്ന അവരുടെ വണ്ടിയുടെ അരികിലേക്ക് ഓടിക്കിതച്ച് വന്നു. സുധാക്ക, അവർ ഈ വഴിക്കാ ഓടിപ്പോയത്, അയാൾ മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവരെ ഒരു കാരണവശാലും വിടരുത്. സ്വാമി, വണ്ടി തിരിക്ക്. ഡ്രൈവർ സ്വാമി ജീപ്പ് തിരിക്കുവാനായി ആ വീടിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് വണ്ടിയോടിച്ച് കയറ്റി. മതിൽക്കെട്ടിനുള്ളിൽ മറിഞ്ഞിരുന്ന രേഷ്മയും വെട്രിയും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. മതിലിനോട് ചേർന്ന് നിന്നിരുന്ന അവരെ ഇരുവരെയും ജീപ്പിലിരുന്ന സുധയടക്കം ജീപ്പിൻ്റെ പിന്നിലിരുന്ന സുധയുടെ ആളുകളും കണ്ടു. ലഞ്ച് ബ്രേക്ക് സമയത്ത് കോളേജിൽ നിന്നും നുങ്കമ്പാക്കം തെരുവിലെ അമ്മ ഉണവകത്തിലേക്ക് നടക്കുകയായിരുന്നു ആനന്ദി. റാമും വെട്രിയും രേഷ്മയും കോളേജിൽ ലീവ് ആയതിനാൽ തനിച്ചായിരുന്നു നടത്തം. ആ സമയത്ത് അവരുടെ ഫോണിലേക്ക് ചില അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം വിളിവരുന്ന ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അവൾ കോൾ എടുത്തു. ഹലോ സുധാക്ക, എന്തുപറ്റി? പെണ്ണെ, നീ താമസിക്കുന്ന വീട്ടിലെ ആ ചെറുക്കനും ഒരു പെണ്ണും നിന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗത്തിൽ ചെന്നൈ വിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. സുധാക്ക, അവരെവിടെയുണ്ട്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. എൻ്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ രണ്ടും എൻ്റെ ഏരിയയിൽ തന്നെയുണ്ട്. വൈകാതെ പിടിക്കും. അക്ക, ദയവായി അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ നേരിൽ വരാം. പെണ്ണെ, നീ ഇതിൽ ഇടപെടേണ്ട. ഞാൻ പറഞ്ഞത് ചെയ്. രാത്രിയിൽ ആൾ വരും. പുറപ്പെടാൻ തയ്യാറായിക്കോ. കോൾ കട്ടായതും ആനന്ദി എല്ലാം തകർന്ന ഒരുവളെ പോലെ ഉണവകത്തിന് സമീപമുള്ള അടഞ്ഞുകിടന്നിരുന്ന ഒരു കടയുടെ മുന്നിലെ തിണ്ണയിലേക്ക് ഇരുന്നു. സുധയുടെയും കൂട്ടരുടെയും കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വെട്രിയും രേഷ്മയും ആ ഭാഗത്തുള്ള വീടുകൾക്ക് നടുവിലൂടെയുള്ള ചെറിയ ഒരു ഇടവഴിയിലൂടെ നിർത്താതെ ഓടുകയായിരുന്നു. രേഷ്മയെ വേഗത്തിലോട്, നമ്മളെ അവരുടെ കയ്യിൽ കിട്ടിയാൽ തീർന്നു, വെട്രി ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. വഴിയിൽ നിന്നിരുന്ന ചില സ്ത്രീകളും മറ്റും അവരിരുവരും ഓടുന്നത് കണ്ട് സംശയത്തോടെ നോക്കി. സുധയുടെ ആളുകളും അവരുടെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. അറിയാത്ത വഴികളിലൂടെ ഓടുന്നതിനിടയിൽ രേഷ്മയും വെട്രിയും ആരെയൊക്കെയോ തട്ടുകയും നിലത്തേക്ക് വീഴാതെ ഒരുവിധം ബാലൻസ് ചെയ്ത് വീണ്ടും മുന്നിലേക്ക് കുതിക്കുകയും ചെയ്തു. ആ വഴിയുടെ അവസാന ഭാഗത്ത് സുധയുടെ ജീപ്പ് അവർക്കായി കാത്തു കിടപ്പുണ്ടായിരുന്നു. വെട്രി, ചിലപ്പോൾ ഈ വഴിയുടെ അവസാനം അവരുണ്ടാകും. നമ്മളെക്കാൾ ഈ നാട്ടിലെ വഴികൾ അവർക്കല്ലേ നിശ്ചയം. രേഷ്മ ഒരു നിമിഷം ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വെട്രി വലതുവശത്ത് കണ്ട വീടിനുള്ളിലേക്ക് അവളെയും വലിച്ചുകൊണ്ട് ഓടി. വീടിനുള്ളിൽ TV കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റു. അവിടെ നിന്ന് അവർ ആ വീടിനരികിലുള്ള മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കയറി. ശേഷം ആ വീടിൻ്റെ പിന്നിലെ മതിൽക്കെട്ട് ചാടിക്കടന്ന് മറ്റൊരു വഴിയിലേക്ക് പോയി. ആ വഴി ചെന്ന് അവസാനിച്ചത് അവർ ആദ്യം വഴിതിരക്കിയ സ്ത്രീയുടെ കടയുടെ മുന്നിലായിരുന്നു. ഓടിക്കിതിച്ചു വരുന്ന അവരെ കണ്ടതും കടയിലെ സ്ത്രീ സംശയത്തോടെ ഇരുവരെയും നുറ്റുനോക്കി. വെട്രി വീണ്ടും രേഷ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് മുന്നിലേക്കോടി. എനിക്ക് പറ്റുന്നില്ല വെട്രി, നെഞ്ചു പൊട്ടാൻ പോകുന്നത് പോലെ, രേഷ്മ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. അവളെ നിൽക്കാൻ സമ്മതിക്കാതെ വെട്രി വീണ്ടും വലിച്ചുകൊണ്ട് മുന്നോട്ടോടി. പ്രതീക്ഷിച്ചതുപോലെ അവരെ വഴിയുടെ അവസാനം കാണാതിരുന്നപ്പോൾ സുധയുടെ ആളുകൾ അടുത്ത വഴി അവസാനിക്കുന്നിടത്തേക്ക് ജീപ്പ് വായിച്ചു. ദൂരെ നിന്നും തങ്ങൾക്കരിയിലേക്ക് അടുക്കുന്ന ആ ജീപ്പിൻ്റെ ഇരമ്പൽ ശബ്ദം രേഷ്മയുടെയും വെട്രിയുടെയും കാതുകളിലും എത്തി. തങ്ങൾ അവരുടെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയിട്ടും അവരിരുവരും നിർത്താതെ മുന്നോട്ടോടി. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായാണ് അവരുടെ മുന്നിലേക്ക് ഒരു ദൈവദൂതനെ പോലെ ആ ഓട്ടോക്കാരൻ വണ്ടി ചവിട്ടി നിർത്തിയത്. അവിടെ വരെ കാലിയടിച്ച് പോകുന്നത് നഷ്ടമായതുകൊണ്ട് നിങ്ങൾ വരുമോ എന്നറിയാൻ ഞാൻ ഇവിടെ തന്നെ കുറച്ചു നേരമായി കറങ്ങുകയായിരുന്നു, അയാൾ വിനയത്തോടെ പറഞ്ഞു. രേഷ്മയും വെട്രിയും പരസ്പരം അത്ഭുതത്തോടെ നോക്കി. ശേഷം വണ്ടിയിലേക്ക് ചാടി കയറി. അണ്ണാ, വണ്ടി പെട്ടെന്ന് എടുത്തോ, മാക്സിമം സ്പീഡിൽ പോട്ടെ, 100 രൂപ എക്സ്ട്രാ തരാം. വെട്രി അത് പറഞ്ഞതും അയാൾ ആവേശത്തോടെ ഓട്ടോ മുന്നോട്ടെടുത്തു. പരമാവധി വേഗതയിൽ പോകുന്ന ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് രേഷ്മയും വെട്രിയും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. നിങ്ങളെന്താ ആകെ വിയർത്ത് വല്ലാതിരിക്കുന്നത്? അയാൾ ഓട്ടോ ഓടിക്കുന്നിടയിൽ ചോദിച്ചു. അത് കുറച്ച് പട്ടികൾ ഞങ്ങളെ കടിക്കാനിട്ടോടിച്ചു. രേഷ്മ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഈ തെരുവ് പട്ടികളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് മോളെ. ദീപാവലി സമയത്ത് ഞാൻ ഇവറ്റകളുടെ വാലിൽ കമ്പിത്തിരി കെട്ടി കത്തിച്ചു വിടാറുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് രേഷ്മ അയാളെ നോക്കി കണ്ണുമിഴിച്ചു. അങ്ങോട്ടേക്ക് വന്നപ്പോൾ അരമണിക്കൂർ സമയമെടുത്തുവെങ്കിൽ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വെറും 15 മിനിറ്റേ എടുത്തുള്ളൂ. ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങി വെട്രി പേഴ്സിൽ നിന്നും 500 രൂപയെടുത്ത് ഓട്ടോക്കാരന് കൊടുത്തു. അയാൾ ബാക്കിയെടുക്കാൻ തുടങ്ങിയതും ബാക്കി വച്ചോളാൻ രേഷ്മ പറഞ്ഞു. എന്നിട്ട് വെട്രിയെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അതോടൊപ്പം ചെന്നൈ വരെ പോകുന്ന ഏതോ ട്രെയിൻ ഉടൻ തന്നെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നെത്തുമെന്ന അറിയിപ്പും മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. വെട്രി രേഷ്മയും കുട്ടി പുറപ്പെടാനായി ഫോൺ മുഴക്കിയ ട്രെയിനിലേക്ക് ചാടിക്കയറി. എടാ, നമ്മൾ എന്തിനാ എതിർദിശയിലേക്ക് പോകുന്നത്?
നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, രേഷ്മ ഈർഷ്യയോടെ ചോദിച്ചു. വെട്രി അവളെ അകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് വിരൽ ചൂണ്ടി. സുധയുടെ ആളുകൾ ആ ജീപ്പിൽ സ്റ്റേഷന് മുന്നിലേക്ക് വന്നിറങ്ങുന്നത് അവർ കണ്ടു. 8ഓളം ആളുകൾ ചുറ്റുപാടും തുടരെ തുടരെ തലവെട്ടിച്ച് നോക്കിക്കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെത്തി. അവരുടെയൊക്കെ ഷർട്ടിൻ്റെ പിൻഭാഗത്ത് വടിവാളിൻ്റെ പിടികൾ ഉയർന്നു നിൽപ്പുണ്ടായിരുന്നു. രേഷ്മയും വെട്രിയും വേഗത്തിൽ ബോഗിക്കുള്ളിലേക്ക് ഉൾവലിഞ്ഞു. 1-2 സ്റ്റേഷൻ അപ്പുറത്തിറങ്ങി വല്ല ബസ്സിലും തിരിച്ചു പോകാം, വെട്രി കിതച്ചുകൊണ്ട് പറഞ്ഞു. രേഷ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ കയറിപ്പറ്റിയ ട്രെയിൻ വാണിയമ്പാടി സ്റ്റേഷനിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. കത്തിപ്പാറ പാലത്തിന് താഴെ അന്ന് ആഘോഷത്തിൻ്റെ രാത്രിയായിരുന്നു. മല്ലിക്ക് ഡാൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ ലഭിച്ച പേരിലായിരുന്നു ആഘോഷമെങ്കിലും വീട്ടിൽ നിന്നും അവളുടെ മനസ്സിനേറ്റ മുറിവുണക്കാനുള്ള പ്രധാന ഉദ്ദേശത്തിലാണ് മല്ലിയുടെ 12 സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസ് അക്കാഡമിയിലെ അഡ്മിഷൻ്റെ പേരിൽ ആഘോഷം നടത്തി അവളെ സന്തോഷിപ്പിക്കുവാൻ തീരുമാനിച്ചത്. തിരുനങ്കൈകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നതും നന്നായി പാചകം ചെയ്യാൻ അറിയുന്നതുമായ തിലോത്തമയാണ് ബിരിയാണി ഉണ്ടാക്കുന്ന ചുമതല ഏറ്റെടുത്തിരുന്നത്. 1-2 പേർ അവരെ അതിന് സഹായിച്ചു. ബാക്കിയുള്ളവർ മല്ലിയെ നടുക്കിരുത്തി അവൾക്ക് സന്തോഷം പകരുന്ന ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഹോ, ഇതുവരെ ആയില്ലേ? തിരുനങ്കൈകളിൽ ഒരുവൾ പാചകം നടക്കുന്ന വശത്തേക്ക് വന്നിട്ട് വയറ് തടവിക്കൊണ്ട് ചോദിച്ചു. എങ്കിൽ ഇങ്ങു വാടി, നീ വന്നുണ്ടാക്കടി. തിലോത്തമ്മ അവളെ ചീത്ത പറഞ്ഞോടിച്ചു. ഏകദേശം 10:30 കഴിഞ്ഞതും ബിരിയാണി റെഡിയായി. അവർ 13 പേരും ഒന്നിച്ചിരുന്ന് ബിരിയാണി കഴിച്ചു. മല്ലിയുടെ മുഖത്ത് അവശേഷിച്ച ബാക്കി വിഷമം കൂടി അതോടെ ഇല്ലാതായി. ഒടുവിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ അവർ 12 പേർക്കും മല്ലിയുടെ നൃത്തം കാണണമെന്നായി നിർബന്ധം. ഒടുവിൽ മല്ലി അതിന് സമ്മതിച്ചു. അക്കാഡമിയിൽ നിന്നും കൊടുത്ത പുത്തൻ ചിലങ്കകളിലൊന്ന് തൊട്ട് വന്ദിച്ച ശേഷം അവളത് കാലിലണിഞ്ഞു. ശേഷം സാരിത്തുമ്പ് ഇടുപ്പിലേക്ക് കുത്തിവെച്ചിട്ട് ഒരു പഴയ പാട്ട് പാടിക്കൊണ്ട് അവൾ ചുവട് വച്ചു. അവളുടെ കൂട്ടുകാരികൾ ചേർന്ന് കൈയടിച്ചുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു മല്ലി നൃത്തം ചെയ്യുന്നത്. ചിലങ്കയുടെ ശബ്ദം അവളുടെ കാതുകൾക്ക് കുളിർമയേകി. ഇനി മുതൽ അവ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സന്തോഷം ഇരട്ടിച്ചു. മല്ലിയുടെ കൂട്ടുകാരികൾക്കും അവളുടെ മുഖം തെളിഞ്ഞു കണ്ടപ്പോൾ തങ്ങളുടെ പദ്ധതി വിജയിച്ചതിൻ്റെ ആശ്വാസമായിരുന്നു. പക്ഷേ തികച്ചും യാദൃശ്ചികമായാണ് പട്രോളിങ്ങിനിറങ്ങിയ പോലീസ് ജീപ്പ് അവർക്ക് സമീപം വന്നു നിന്നത്. ജീപ്പ് കണ്ടതും നൃത്തം അവസാനിപ്പിച്ച് മല്ലി സാരിയുടെ തുമ്പ് പഴയ പടിയിലാക്കി അവിടെ തന്നെ നിന്നു. ഡി മല്ലി, വന്ന് കയറടി. ഡ്രൈവർക്കൊപ്പം ഇരുന്ന ഗിണ്ടി ഏരിയ SI ഫാറൂഖ് വണ്ടിയിലിരുന്നു കൊണ്ട് വിളിച്ചു. അവൾ നിസ്സഹായ അവസ്ഥയിൽ തൻ്റെ കൂട്ടുകാരെ ഒന്ന് നോക്കി. അവരെല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ മല്ലിയെയും SI ഫാറൂഖിനെയും ഉറ്റുനോക്കി ഇരുന്നിടത്ത് തന്നെ തുടർന്നു. സാർ, ഇന്ന് ഞാൻ വരട്ടെ? അവൾക്ക് തീരെ സുഖമില്ല. തിരുനങ്കൈകൾക്കിടയിൽ നിന്നും തിലോത്തമ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ഫാറൂഖ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. മല്ലി വരാൻ പറഞ്ഞാൽ മല്ലി വരണം, സുഖമൊക്കെ ഞാൻ കൊടുത്തോളാം. അല്ലേലും അത് അവൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. വന്ന് വണ്ടിയിൽ കയറടി. അയാൾ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് തീ കൊളുത്തിക്കൊണ്ട് ശബ്ദിച്ചു. അത് കേട്ടതും മല്ലി കാലിൽ നിന്നും ചിലങ്കകൾ അഴിക്കുവാൻ വേണ്ടി കുനിഞ്ഞു. അതവിടെ കിടക്കട്ടെന്നേ, ഇടയ്ക്ക് ബോറടിച്ചാൽ എനിക്ക് തട്ടിക്കളിക്കാമല്ലോ. അയാൾ മല്ലിയെ നോക്കി ഒരു വഷളം ചിരി ചിരിച്ചിട്ട് ഉമിനീരിറക്കി. മല്ലി മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ തൻ്റെ കൂട്ടുകാരികളെയൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് ജീപ്പിനരികിലേക്ക് നടന്നുപോയി. SIയെ കടന്നു പോകുമ്പോൾ അയാൾ അവളുടെ ചന്തിയിലൊന്നമർത്തി. ആ നിമിഷത്തിൽ അലറി വിളിച്ചുകൊണ്ട് അയാളുടെ കഴുത്തിലെ ഞരമ്പുകൾ കടിച്ചു പൊട്ടിക്കാൻ മല്ലിക്ക് തോന്നി. ഉള്ളിൽ വന്ന രോഷം തടഞ്ഞു നിർത്തിയപ്പോൾ കുറേ നേരമായി ഇല്ലാതിരുന്ന നെഞ്ചുവേദന വീണ്ടും വന്നതുപോലെ അവൾക്ക് തോന്നി.